എടി രേവതി, ഇത് കണ്ടോടി, ന്യൂ മോഡൽ വണ്ടിയാ. അടിപൊളി വണ്ടിയല്ലേ? ലിമിറ്റഡ് എഡിഷൻ ആടി, എവിടെയും കിട്ടില്ല, നേരത്തെ ബുക്ക് ചെയ്യണം. അതെ അതെ, ആദ്യം അത് എവിടെ കിട്ടുന്ന അന്വേഷിച്ച് വാങ്ങണടി. അതെടി. ഹലോ, എക്സ്ക്യൂസ് മീ, കുമ്പരാണി ചേച്ചി എവിടെ നിന്ന് ഒപ്പിച്ചു? അയ്യോ കഷ്ടം. കഴിഞ്ഞ ആഴ്ച വിചാരിച്ചത് ഇങ്ങനെ നടക്കോളന്ന്, നടന്നില്ലേ സംഗതി? ആവശ്യമില്ലാത്ത മേക്കപ്പ് ഇട്ട് കരയാ അതെന്റെ കുഞ്ഞെ. ഇനി ഞാൻ എന്ത് ചെയ്യും? അച്ഛാ, എന്റെ അമ്മ, ഞാൻ എന്ത് ചെയ്യുന്നു ഓർത്ത് ആയിരിക്കാം. എന്റെ മോള് വന്നു. മോളെ, എത്ര നേരമായിട്ട് വിളിക്കുന്നേ? അച്ഛൻ ഇത്രയും നേരം ഇവിടെ നിന്ന് കറങ്ങുമായിരുന്നേ. അന്നേരം ടി വി തുടയ്ക്കാൻ വേണ്ടി അകത്തോട്ട് പോയത്. ടി വി തുടച്ചിട്ട് ഇങ്ങോട്ട് വന്നു. ടി വി തുടക്കായിരുന്നു അതെ മോളെ. അല്ലെന്ന് എന്റെ മോള് അകത്തേക്ക് പൊക്കെ പണ്ടാരവടങ്ങാൻ ആ സമയത്ത് ഞാൻ ടി വി ഓൺ ചെയ്തു. എപ്പോ നോക്കിയാലും സീരിയല്. ദോശ ഉണ്ടാക്കും. ഒരു പെണ്ണിനെ വളർത്തിയ എന്തെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ തിന്നാന്ന് വിചാരിച്ചപ്പം എന്റെ തലയിലായല്ലോ എല്ലാം. എന്റെ ദൈവമേ, കഷ്ടകാലം. പെണ്ണിനാണെങ്കിൽ കല്യാണപ്രായം കഴിഞ്ഞു. കുടുംബക്ഷേത്രത്തിൽ പോയി പൂജ നടത്തിയ കല്യാണ ചെറുക്കന്മാര് കുഴിയാന പോലെ വരുമെന്നാ ജോത്സൻ എന്നോട് പറഞ്ഞത്. ഇതെന്റെ പെണ്ണിനോട് ഞാൻ എങ്ങനെയാ ഒന്ന് അറിയിക്കുന്നത്? എങ്ങനെ അമ്പലത്തിൽ കൊണ്ടുപോവളെ? ഇവൾക്കാണ് വയസ്സ് കൂടിക്കൊണ്ടിരിക്കല്ലേ. അച്ഛാ, അച്ഛന് വയസ്സ് കൂടിക്കൊണ്ടിരിക്കുക. എത്രയും പെട്ടെന്നൊരു കല്യാണം കഴിപ്പിക്കണം. ഞാൻ പറയുന്ന അതേ ഡയലോഗ് ഇവള് പറഞ്ഞ. ജാതകം നോക്കി വെച്ചിരിക്കുന്നു. കുന്തം. എന്താച്ചാ, ഒരു അനക്കമില്ലല്ലോ. അച്ഛൻ എന്തിനാ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നേ? ഒരുത്തിയെ കെട്ടിക്കൊണ്ടുവന്നാ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് സീരിയൽ കാണല്ലോ വെച്ചാ. ഇട്ടെടുക്കുകയാണോ? അങ്ങനാവില്ല. എന്റെ ഒരു കൂട്ടുകാരിയെ അച്ഛൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എനിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അച്ഛനും ഒരു കുഴപ്പമുണ്ടാവില്ലല്ലോ. ഈ കൂട്ടുകാരികൾ എന്നൊക്കെ പറയുമ്പോ അത് പ്രഭയാണോ രോഹിണിയാണോ? ശിരസ് പിളർന്ന് ചത്തേനെ. ദൈവമേ, ഒരച്ഛനും ഇങ്ങനൊരവസ്ഥ വരല്ലേ. ഇരിപ്പ് കണ്ടിട്ട് എനിക്കാകെ പേടിയായിരുന്നു. ദൈവമേ, കാത്തോളണേ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ജീവനില്ല, എഴുന്നേറ്റാ ഇരിക്കാൻ കഴിയില്ല. ഒരു തമാശ പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരി തന്നെ കെട്ടുന്നവരെ നിങ്ങക്ക്. അപ്പൊ എന്റെ ഫ്രണ്ട്സിനല്ലേ ഈ കണ്ണുകൊണ്ടാ കാണുന്നല്ലേ? കണ്ടോ മോളെ, അച്ഛന് വയസ്സ് കൂടുന്തോറും ഓരോരോ ചിന്തകൾ ഇങ്ങനെ വരുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുടുംബക്ഷേത്രത്തിലേക്ക് അങ്ങ് പോയാലോ? അച്ഛന് നല്ലത് തോന്നണെന്ന് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നാലോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകണം അല്ലേ? അതൊക്കെ ഒരു നാടാണോ? ബസ്സിൽ നിന്ന് ഇറങ്ങി 5 കിലോമീറ്റർ നടന്നു പോകണം. ഞാൻ വരത്തില്ല. പോ. എന്റെ പൊന്നുമോൾ ഇങ്ങനെ പറയരുത്. ആറ്റുകാല് പൊങ്കാല ഇടാൻ വേണ്ടി പെണ്ണുങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാ പോയിരിക്കുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രമല്ലേ, നമുക്ക് പറഞ്ഞില്ലേ എന്തിനാ വെറുതെ എന്നെ ടോർച്ചർ ചെയ്യുന്നത്? എന്നെ ഒന്നും മതി മതി മതി, നിർത്ത്. ഒച്ച വെക്കല്ലേ, ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? കഴിക്ക്. ശരി, അച്ഛന് വേണ്ടി വരാം. സക്സസ്. നമുക്ക് നടന്നു പോകണ്ട, കാറി പോകാന്നേ. നമുക്ക് കണ്ടില്ലേ എന്റെ അനിയത്തിയുടെ കോൾ ടാക്സികളെ? വേഗമായിട്ട് പറഞ്ഞ ജോലി. മോൾ എത്തിയോ? എന്തായിട്ടാ വല്ലാതെ ക്ഷീണിച്ചു പോയത്? എന്റെ മോള് ചേട്ടൻ ആഹാരം ഒന്നും വെച്ച് കൊടുക്കാൻ. ഞാൻ ക്ഷീണിച്ചു പോയെന്നോ? ഗുരുവായൂരെ കേശവനാന പോലെ ഉണ്ട്. വാതുക്കൾ നിർത്തിയാണ് സംസാരിക്കുന്നത്. എന്റെ അനിയത്തിക്ക് എന്നെ വലിയ ഇഷ്ടമാ. ഞാൻ പറയുന്നത് കേക്കൂ. അല്ലേട്ടാ, പെട്ടെന്നെന്താ ഇങ്ങോട്ട്? അതൊന്നുമില്ല എന്റെ കൂടെ പറഞ്ഞോളെ. നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജാകർമ്മം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുടുംബമായിട്ട് അവിടെ ഒന്ന് പോയിട്ട് വരാം. നമ്മുടെ കുടുംബക്ഷേത്രത്തിലല്ലേ? അത് എന്റെ പെങ്ങളെ. കോൾ ടാക്സി തുടങ്ങിയപ്പോ ഒന്ന് പോയതാ. എനിക്കും ആഗ്രഹമുണ്ട്. എപ്പോഴായിട്ടാ പോണേ? ഇപ്പൊ തന്നെ പോവല്ലേ? അതിനല്ലേ ഞങ്ങൾ പുറകോട്ട് വന്നത്. ഒരു 15 കാർ ആവശ്യമുണ്ട്. എന്നിട്ട് വീടിനടുത്തുള്ളവരെല്ലാം കയറ്റണം. കൂട്ടമായി പോയിട്ട് VK കോൾ ടാക്സി ഫാമിലി ഇത്രയും വലുതാണെന്ന് എല്ലാവരും അറിയട്ടെ. എന്റെ മോൾക്ക് വേണ്ടിയല്ലേ ഇത്. പെട്ടെന്ന് വന്ന് വണ്ടി ചോദിച്ചാൽ എങ്ങനെയാട്ടാ? വണ്ടിയല്ല, ഓട്ടത്തിലല്ലേ. നമ്മുടെ കമ്പനിയുടെ നമ്പർ അറിയില്ലേ? നമ്മുടെ റിലേഷൻ ആണെന്ന് പറഞ്ഞ് വണ്ടി ബുക്ക് ചെയ്തോ? ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞേ ഡിസ്കൗണ്ട് എന്തെങ്കിലും തരാൻ പറയാം. അച്ഛാ, നമുക്ക് പുറപ്പെടാം. എന്റെ മോള് ധൃതി വെക്കാതെ അവിടെ ഇരിക്കേ. നമുക്കെന്നാ പുറപ്പെടാട്ടാ. എന്തോന്നാടി? കുടുംബക്ഷേത്രത്തിൽ പോവാനാ കാറ് വേണമെന്ന്. ഓസിൽ വണ്ടി പണിക്കാൻ വന്നാണോ? ഇന്ന് അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞു ചോദിക്കും. നിന്റെ ചേട്ടന് കാറിനകത്ത് എങ്ങനെ ഇരിക്കണമെന്ന് അറിയാമോടി? ഈ വയസ്സാം കാലത്ത് ഇയാൾക്ക് കാറിൽ കയറണം. ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ ഉള്ള കാര്യമല്ല പറഞ്ഞേ. എടോ എടി, എന്താടി? അച്ഛന്റെ മുഖത്ത് നോക്കി ഓസിയിൽ കാർ വാങ്ങുമെന്നാണെന്നോ? കോളറ വന്ന് നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയതിനു ശേഷം അച്ഛനായും അമ്മയ്ക്ക് അമ്മയായും നിനക്ക് പാലും ചോറും തന്ന് വളർത്തി A ഫോർ ആപ്പിൾ B ഫോർ ബോൾ എന്നൊക്കെ പഠിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തെ നിന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് ദിവസവും 13 കിലോമീറ്റർ സൈക്കിളിൽ ഇരുത്തി ഓടിച്ചു പോയി പഠിപ്പിച്ച നിന്റെ പ്രായത്തിലെ പെമ്പിള്ളേരൊക്കെ അടുക്കളയിൽ കിടക്കുമ്പോ നിന്നെ കൊണ്ടുപോയി കോളേജിൽ ചേർത്തപ്പോ നീ എന്ത് ചെയ്തിരിക്കണം? പഠിക്കണായിരുന്നു. അതൊന്നും ചെയ്യാതെ ചേട്ടാ, എനിക്കൊരിക്കലും അയാളെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിന്റെ വാക്ക് കേട്ട് അന്വേഷിച്ചു പോയപ്പോ അവൻ ഒരു പണിയില്ലായിരുന്നു. ഏതോ ഒരുത്തന്റെ വീട്ടില് പന്നിയെ വളർത്തുമല്ലായിരുന്നു. ഇടയ്ക്കെന്റെ മോളുടെ ഫ്ലോ കിട്ടായല്ലോ. അച്ഛാ, എവിടെയാ നിർത്തിയത്?
വീട് പണയപ്പെടുത്തിയ കാശില് അന്നത്തെ കാലത്തെ 50 പവനും തന്ന് നിന്നെ കല്യാണം കഴിപ്പിച്ച് നിന്റെ കെട്ടിയവൻ ഒരു ജോലിയില്ലെന്ന് കണ്ടപ്പോ അംബാസിഡർ കാറും വാങ്ങി തന്നിട്ട് കാളവണ്ടി പോലും ഓടിക്കാൻ അറിയാത്ത നിന്റെ ഈ കെട്ടിയവൻ ഇല്ലാത്ത പോക്കൃത്തരങ്ങളെല്ലാം കാണിച്ച് 1 3 3 10 വലിയ കോൾ ടാക്സി കമ്പനി തുടങ്ങി. അതിന് എന്റെ അച്ഛന്റെ പേര് വേണാട് കുട്ടപ്പൻ സ്റ്റൈലായിട്ട് VK കോൾ ടാക്സി എന്നും വെച്ച് ഇത്രയും വലുതായിട്ട് അത് വളർന്നെങ്കിൽ അതിനുള്ള മുഴുവൻ കാരണവും എന്റെ അച്ഛൻ വാങ്ങിച്ചു തന്ന അംബാസിഡർ കാറാ. അതിന് നിങ്ങൾ വെച്ച എന്റെ അച്ഛന്റെ പേരും. അത് അച്ഛന്റെ രാശിയാ. ആ അച്ഛനെ നോക്കിയാണ് ഓസില് കാറ് വാങ്ങാമെന്നു പറഞ്ഞതല്ലേ? നീ എന്തിനാ ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്നേ? നോക്ക് തങ്കമണി, നീ എഴുതി വെച്ചോ. അവരൊന്നും എഴുതത്തില്ല മോളെ, ഞാൻ എഴുതിക്കൊള്ളാം. ഇത് എത്ര കാലമായി എഴുതാൻ തുടങ്ങിയിട്ട് കലണ്ടർ. ഞങ്ങൾ ഒരു കാർ വാങ്ങി കോൾ ടാക്സി കമ്പനി തുടങ്ങി നിങ്ങളെക്കാളും വളർന്ന് നിങ്ങളുടെ കമ്പനി പൂട്ടിച്ചില്ലെങ്കിൽ എന്റെ പേര് പവിഴൊന്നായിരിക്കില്ല. അച്ഛനോ പേര് വേണാട് വേലായുധനായിരിക്കില്ല. വാച്ചാ പോകാം. എത്തിക്കഴിഞ്ഞു. അളിയനാന്ന് പറഞ്ഞു നിൽക്കുന്ന വളിയ, നീയൊക്കെ മുടിഞ്ഞു പോകത്തുള്ളൂ. പൊടി. വെൽക്കം ടു പവഴ കോൾ ടാക്സി. ഓട്ടത്തിൽ കേമൻ, ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല. നമസ്കാരം, പറയൂ. ഇവിടെ ഒരു മരണം, ബോഡി വെയിറ്റ് ചെയ്യുക. വണ്ടി എപ്പോ വരും? വണ്ടി എപ്പോ വരുന്നോ? എന്തിനാച്ചാ ഇങ്ങനെ ടോർച്ചർ? അച്ഛാ മോളെ, അച്ഛൻ ഇവിടെയുണ്ട്. ഫോൺ വരുന്നത് വരെ നമുക്ക് വാ ഇവിടെ ഇരുന്ന് ക്യാരംസ് കളിക്കാന്നേ. വേഗം അതേയുണ്ട്, റെഡി, എല്ലാം റെഡിയാ. നമുക്ക് നമ്മൾ തന്നെ ആപ്പ് വെച്ചാൽ എങ്ങനെ? ഇപ്പൊ എന്ത് കോൾ വരണ്ടെന്നറിയോ? എന്തോന്നാ? അല്ല, കോൾ ടാക്സിക്കാരില്ലേ, അവന്മാർക്ക് ആപ്പ് വെച്ചോണ്ടാണല്ലോ ഇപ്പൊ ഒരു ബിസിനസ് ഇല്ലാതെ അങ്ങനെ വായി നോക്കി ഇരിക്കുന്നേ. മനസ്സിലായില്ലല്ലോ. അല്ല, മനസ്സിലായെന്ന് പറഞ്ഞ ഈ സെൽഫോണിനകത്ത് ആപ്പ് വെക്കുമല്ലോ. അയ്യോ അച്ഛാ, ആ ആപ്പല്ല. ഇറ്റ്സ് കോൾഡ് ആപ്പ്. APP ആപ്പ്. അതാ APP ആപ്പ്. എന്റെ അമ്മ, LKG പിള്ളേരെ പോലുണ്ട്. ഈ അച്ഛൻ മോക്ക് കുഞ്ഞു തന്നെ അല്ലേ? വേണ്ട വേണ്ട, ഞാൻ എടുക്കാം. ഹലോ, വെൽക്കം പവഴ കോൾ ടാക്സി. ഓട്ടത്തിൽ കേമൻ, ക്വാളിറ്റിയിൽ ഒരു കുറവില്ല. പറഞ്ഞോളൂ. നമസ്കാരം മാഡം, ഞാൻ ആവടിന്നാ വിളിക്കുന്നത്. എനിക്കൊന്ന് തിരുപ്പതി ഭഗവാനെ കാണാനാണ്. മാഡം കോൾ ടാക്സി ഒന്ന് അയക്കുവോ? അച്ഛാ, ആദ്യത്തെ ട്രിപ്പ് തിരുപ്പതി. ദൈവം നേരിട്ട് വിളിച്ചിരിക്കുക. വേഗം പോയി റെഡിയായിട്ട് വാ. ഫ്ലൈറ്റ് പോലല്ലേ നമ്മുടെ വണ്ടി ഇരിക്കുന്നേ. അതുകൊണ്ടല്ലേ അച്ഛൻ ഈ പൈലറ്റിന്റെ വേഷം ഇട്ടോണ്ട് ഇങ്ങോട്ട് വന്നേ. അയ്യോ, പോയിട്ട് വരാം പൊന്നുമോളെ. കഴിഞ്ഞ ആഴ്ച CCTV ക്യാമറ ഫിക്സ് ചെയ്യാൻ അപ്പാർട്ട്മെന്റിലേക്ക് പോയിരുന്നോ? എനിക്കൊരു പാക്കറ്റ് സിഗരറ്റ് വേണമല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഇതാ സർ. വേണ്ട സർ. ഇത് പിടിക്കടോ. അടുത്ത ഫ്ലാറ്റിൽ ഒരു മർഡർ നടന്നു, അറിഞ്ഞു താനത്? അതറിഞ്ഞായിരുന്നു സർ. സംശയിക്കുന്ന രീതിയിൽ ആരെങ്കിലും താനിവിടെ? ഇല്ല സർ, ഞാൻ ആരെയും കണ്ടില്ല. കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 3 വർഷമായി സർ. തീപ്പെട്ടിയില്ലേ? സാറേ, ലൈറ്റർ അവിടെ ഉണ്ട്. ഇന്നാ പിടിച്ചോ, നിങ്ങൾ തന്ന ബെഡ്ഷീറ്റ്. വാങ്ങി 3 ദിവസം പോലും ആയില്ല, അതിനു മുമ്പ് ചായം പോവാൻ തുടങ്ങി. എന്റെ കാശിങ് തന്നേരെ. അതൊന്നും പറ്റത്തില്ല. പിന്നെ വരാനോ? എന്താ മര്യാദക്ക് കാശിങ് തന്നെ? കള്ളത്തരം കൊണ്ട് നടക്കുവാ. ഒന്ന് നിന്നേ. നിങ്ങൾ ആ അപ്പാർട്ട്മെന്റിലല്ലേ ജോലി ചെയ്യുന്നേ? അതെ സാറേ. താനിങ്ങോട്ട് വന്നേ. സാർ, പലചരക്കടയല്ലേ അതോ വേറെ എന്തെങ്കിലും കച്ചവടം ഉണ്ടോ? ഇല്ല സാർ, ഈ ഒരു കച്ചവടമേ ഉള്ളൂ. നിനക്കെവിടെ നീ ബെഡ്ഷീറ്റ് കിട്ടിയത്? ഇല്ല സാർ, ഇങ്ങേരാണ് എനിക്ക് ആ ബെഡ്ഷീറ്റ് തന്നത്. വിറ്റ് തരാൻ പറഞ്ഞു. വാങ്ങി 3 ദിവസം കഴിഞ്ഞപ്പോഴേ ചായം പോയി സാറേ. അതുകൊണ്ട് കാശ് വാങ്ങാൻ വന്നതാ. വെള്ളിയാഴ്ച രാവിലെ കുറെ ബെഡ്ഷീറ്റുമായിട്ട് ഒരു സൈക്കിൾ ഞാൻ ഇവിടെ കണ്ടു. ആരും ഇല്ലാത്ത സമയം നോക്കി അതിൽ നിന്ന് ഒരു 5 ബെഡ്ഷീറ്റ് ഞാൻ എടുത്തു വെച്ചതാ സാറേ.
വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല സാറ്. സത്യത്തിൽ എനിക്കൊന്നും അറിയില്ല സാർ. ആ സൈക്കിൾ ഇവിടെ എത്ര നേരം ഉണ്ടായിരുന്നു? സാറ് രാവിലെ ഒരു 9 മണി വരെ ഉണ്ടായിരുന്നു സാർ. ആളെ കണ്ടോ? ഇവിടെ നിർത്തുമ്പോൾ കണ്ടില്ല, എടുത്തോണ്ട് പോകുമ്പോഴാ കണ്ട്. അയാൾ എങ്ങനെ ഇരിക്കും? ആളൊരു ബംഗാളിയെ പോലെ ഉണ്ടായിരുന്നു സാർ. ആ അപ്പാർട്ട്മെന്റിൽ നീ ബെഡ്ഷീറ്റ് വിൽക്കാൻ ഇല്ല പോയിരുന്നു? സാർ. നിങ്ങൾ വിറ്റോ? വെള്ളിയാഴ്ചയാണ് കൊലപാതകം നടന്നത്. രാവിലെ 9 മണിക്ക് ആ സൈക്കിൾ അവിടെ പാർക്ക് ചെയ്യുന്നു. പിന്നീട് അത് എടുത്തുകൊണ്ട് പോകുന്നു. ഓപ്പൺ ചെയ്യാത്ത ബെഡ്ഷീറ്റ് പാക്കറ്റ് വീട്ടിൽ, കുറെ ബെഡ്ഷീറ്റുമായി സൈക്കിൾ ഇവിടെ. പക്ഷെ ഇവർ രണ്ടും അത് വിറ്റിട്ടില്ല. കുമാർ സാർ, കൊല നടന്ന മുറിയിലെ ബോഡിക്ക് സമയമുള്ള ടേബിളിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നല്ലോ കവറിലെ, അതങ്ങ് എടുത്തുണ്ടോ? യെസ് സാർ. മോളെ പവിഴാവും. എന്താച്ചാ തിരുപ്പതി ഭഗവാനെ കണ്ടോ? ഉച്ചക്ക് വിളിച്ചതാ കസ്റ്റമർ, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. വെയിറ്റ് ചെയ്യാ. വെയിറ്റിംഗ് ചാർജ് തരാന്നാ പറഞ്ഞേ. ആ വണ്ടിയിൽ കസ്റ്റമർ കയറി. അച്ഛൻ പിന്നെ വിളിക്കാമേ. ഓക്കെ. എന്താ പറഞ്ഞത്? ഇപ്പോഴാണോ കസ്റ്റമറെ പിക്കപ്പ് ചെയ്യുന്നത്? അതൊക്കെ പിന്നെ സംസാരിക്കാം. എന്താ സാറേ, തിരുപ്പതി ഭഗവാനെ കാണാൻ വേണ്ടി പോവല്ലേ? അതെനിക്കൊരിക്കലും സെറ്റ് ആവത്തില്ല. ഇതെന്താ തുടക്കത്തിലെ ഉഴപ്പാണല്ലോ. പിന്നെന്തിനാ അമ്പലത്തിലേക്ക് ഓട്ടോ എന്നും പറഞ്ഞ് വിളിച്ചത്? അയ്യോ ദൈവമേ, അയ്യോ ഇതെന്താ? എന്താ പേടിച്ചു പോയോ? ലോങ്ങിലുള്ള ഓട്ടോ അല്ലേ, അതുകൊണ്ട് നിനക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. നീ നല്ല ധൈര്യശാലിയാ. പോ. എന്താടാ? കഷ്ടകാലം പിടിച്ച സമയത്താണല്ലോ ദൈവമേ ഓട്ടത്തിന് വന്നത്. സാറേ പാട്ടിടട്ടെ? വേണ്ട, ഞാൻ പാടട്ടെ. അയ്യോ വേണ്ട വേണ്ട. നല്ല കാര്യം ഇതിനകത്ത് കയറി മുഖംമൂടി ഊരിയത്. ഓട്ടത്തിനായിരുന്നെങ്കിൽ എല്ലാം കുഴഞ്ഞു പോയേനെ. ക്ഷേത്രത്തിലേക്ക് ഹൈവേ വഴി അല്ലായിരുന്നോ പോവേണ്ടത്? ഞാൻ നിന്നെ ഷോർട്ട് കട്ടിൽ കൊണ്ടുപോകണം. വാ. എനിക്കറിയാൻ വയ്യാത്തൊരു ഷോർട്ട് കട്ട് ഏതാണോ ആവോ. ഒച്ചത്തിൽ സംസാരിക്കാതെ, ഇവിടെ ഉറങ്ങിക്കിടക്കുന്നവരെല്ലാം എഴുന്നേറ്റ് വരും. സാറേ സാറേ നോക്ക്, ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. വെറുതെ കിടന്ന് ഒച്ച ഉണ്ടാക്കണ്ട. അല്ല, എന്തിനാ ഇവിടെ വന്നിറങ്ങിയത്? ഇതെന്താ ഈ ശ്മശാനത്തിൽ എന്തിനാ വണ്ടി കൊണ്ട് നിർത്തിയത്? ഓ, തിരുപ്പതി ഭഗവാനെ കാണുമല്ലേ? നിങ്ങളല്ലേ സാക്ഷാൽ ഭഗവാനെ കാണണമെന്ന് പറഞ്ഞത്? അതെ, ഞാൻ പറഞ്ഞതാ. എന്നാ നമുക്ക് കണ്ടാലോ? ഇവിടെ എങ്ങനെ കാണുന്നത്? നോക്ക്, ഇവന്റെ പേരാ തിരുപ്പതി. എന്തോന്ന് ചേട്ടാ? ഇവൻ പെരുമാള്. എന്തിനാ ചേട്ടായി എന്നോട് ചതി? ഒരു വാല്യുബിൾ കസ്റ്റമർ വിളിച്ചാ ഒന്നുകിൽ വരുമെന്ന്, ഇല്ലെങ്കിൽ വരത്തില്ല എന്ന് പറയണം. അതൊന്നും അല്ലാതെ ആരാടാ പെണ്ണ്? തുണിയെടുത്തവൻ പോലും നാണിക്കുന്ന തരത്തിലുള്ള വർത്താനല്ലായിരുന്നു. ആടാ, ഇവനോടൊന്ന് സംസാരിച്ചതിന്റെ നമുക്ക് കാര്യമില്ല. നമുക്ക് പോവാം. എത്ര നേരം എന്ന് വെച്ചാ നീ വാ. കൊണ്ടാരവടങ്ങാൻ അവളോട് ഞാൻ പറഞ്ഞതാ, കസ്റ്റമർ എന്നെ ഒന്നും പറയല്ലേ പറയല്ലേ. ഈ പാതിരാത്രിക്ക് ശ്മശാനത്തിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് അറിയില്ല ദൈവമേ. അച്ഛാ, എന്താ പ്രേതബാധ കൂടിയ പോലെ? പ്രേതം കൂടിയത് തന്നെയാ. നിന്റെ അച്ഛനെ ശ്മശാനത്തിൽ കൊണ്ട് വിട്ടിട്ട് പോയില്ലേ അവര്? ലെഫ്റ്റിൽ നിന്ന് അരി കുരയ്ക്കുന്നു, റൈറ്റിൽ നായ് കുരയ്ക്കുന്നു, മുന്നിലാണെങ്കിൽ ശവങ്ങൾ എരിഞ്ഞ് പുക പൊങ്ങുമല്ലേ. അതിലൊരു ശവമാണെങ്കിലുണ്ടല്ലോ, തീ കിട നിന്നിട്ട് ചുമ്മാ ചാടി ചാടി ഡാൻസ് കളിക്കുമായിരുന്നു. ആദ്യം ഷർട്ട് എടുത്ത് മാറ്റി. എന്തിനാ മോങ്ങുന്നേ? കാർ സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് പോന്ന പോരായിരുന്നോ? എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനാ? കീ ഇടുമ്പോ കേറുന്നില്ല, കീ ഇട്ടാ സ്റ്റാർട്ട് ആകുന്നില്ല, ആക്സിലേറ്റർ അനങ്ങുന്നില്ല, കണ്ണാടിയെല്ലാം ആനയുടെ ചെവി പോലെ അടിക്കുക. ഭൂതപ്രേതാദികളെല്ലാം കാറ് തനിയെ റിവേഴ്സിലേക്ക് കൊണ്ടുവിട്ടില്ലേ. അച്ഛനാണെങ്കിൽ പേടിച്ച് കാറിപ്പോയി മോളെ. ആദ്യത്തെ ട്രിപ്പിൽ ഇത്രയും പ്രശ്നങ്ങളോ? നമുക്കൊന്ന് കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് വന്നാലോ? എന്താ പറഞ്ഞ? കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജ ചെയ്തിട്ട് വന്നാലോ? എല്ലാം നല്ലതിന് വേണ്ടിയാ. അവളുടെ വായിൽ തന്നെ അവള് പറഞ്ഞല്ലോ, കുടുംബക്ഷേത്രത്തിൽ നൈസായിട്ട് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവളുടെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കും. എന്താ മിണ്ടാത്തെ? പോണോ വേണ്ടിയോ പറ. നിങ്ങളുടെ അമ്മായിയച്ഛൻ ഇതിനാണോ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സാരിയൊക്കെ എടുത്തോണ്ട് അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞത്? അല്ല മോളെ, ഇന്നലെ തന്നെ പറയാൻ. ആരോട് ചോദിച്ചോണ്ടാ പെണ്ണ് കാണാൻ വരാൻ പറഞ്ഞു? എന്റെ മോടെ കല്യാണത്തിന് ഞാൻ ആരോടെ ചോദിക്കണ്ടേ? എന്നോട് ചോദിക്കണം. ഇനി വരട്ടെ, വീടിന്റെ മുറ്റത്ത് നിർത്തി നാണം കെടുത്തി അയക്കും ഞാൻ. കണ്ടോ? അവരെ മാത്രം പറഞ്ഞു വിടണ്ട, എന്നെയും കൂടെ മേലേക്ക് അയച്ചേക്ക്. നീ തന്നെ ഈ വീട്ടിൽ ഇരുന്നോ, നിനക്ക് നിന്റെ സന്തോഷമല്ലേ വലുത്. പൊക്കോ. എന്നോട് കല്യാണം കഴിക്കും കുറെ കാലമായിട്ട് പറയുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടാ രണ്ടാമത് കെട്ടാത്തെ? വരുന്നവൾ എന്നെ നോക്കില്ല, കഷ്ടപ്പെടുത്തുന്ന കോർത്തിട്ടല്ലേ? മോളെ പവിഴ, അച്ഛൻ ചെയ്താൽ മാത്രം ത്യാഗം, ഞാൻ ചെയ്ത സ്വാർത്ഥതയോ? അതല്ല മോളെ, എന്തോ നല്ലെന്ന് മനസ്സിലാക്കും മോളെ. ഒരാണിന് ഈ ലോകത്ത് തനിയെ ജീവിക്കാം.
എന്നാ ഒരു പെണ്ണിന് അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? മിണ്ടി പോരുത്, എന്റെ വായിരിക്കുന്ന കേൾക്കും. നീ അച്ഛൻ എന്ത് വേണേലും പറഞ്ഞു. ദേ നോക്ക്, അച്ഛൻ ജീവനോട് ഇരിക്കുന്നത് തന്നെ നിന്റെ കല്യാണം നടത്തി നിന്നെ നല്ല രീതിയിൽ കെട്ടിച്ചേക്കണം. അത്രേ ഉള്ളൂ എനിക്ക്. അച്ഛാ, അച്ഛനോടൊപ്പം ജീവിക്കുന്നത് എന്റെ സന്തോഷം. അതല്ലടി എന്റെ പൊന്നുമോളെ, അച്ഛൻ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാ, ഇപ്പൊ എന്താ അച്ഛന്റെ പ്രശ്നം? ഞാൻ കല്യാണം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ദത്തെടുത്ത് ഇവിടെ നിൽക്കുന്ന പോലെ ഒരു ചെറുക്കനെ നോക്ക്, കെട്ടിക്കൊള്ളാം. അങ്ങനെയുള്ളത് നോക്കിയാ മതി. ദത്തെടുത്ത് നിർത്തുന്നതോ? എടി മോളെ, എന്താ 3 പേർക്കും കൂടി അച്ഛൻ എങ്ങനെ മോളെ ആഹാരം തനിച്ചുണ്ടാക്കുന്നത്? എന്നാലും സാരമില്ല, അച്ഛൻ ഉണ്ടാക്കിക്കോളാന്നേ. ദേ, നീ കല്യാണത്തിന് സമ്മതിച്ചല്ലേ, അച്ഛൻ അത് മാത്രം മതി. ഗുഡ് മോർണിംഗ് സാർ. ഡോ, തന്റെ ഗുഡ് മോർണിംഗ് കേൾക്കാനല്ലേ ഞാൻ വിളിച്ചത്. ആ ഫ്ലാറ്റിൽ നടന്ന കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും തെളിവ് കിട്ടിയോ എനിക്ക്? എൻക്വയറി എന്ന് പറഞ്ഞ് നടക്കുന്നു. ക്രൂരമായിട്ട് അവർ കൊന്നത്. അല്ല സാർ, അത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും എവിഡൻസ് കിട്ടിയോ എന്നിട്ട്? ഇല്ല സാർ, 8 പേർ സ്റ്റേഷനിലുണ്ട്. അവരവിടെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഒരാഴ്ചക്കുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പണി കളഞ്ഞിട്ട് പോകാൻ നോക്കാൻ. ചെറുക്കനെ ഇതുവരെ കണ്ടില്ല. അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുക, ഇപ്പൊ തന്നെ വരും. എന്തായാലും മോളോടൊന്ന് വരാൻ പറ, ഞങ്ങളും ഒന്ന് കണ്ടുപോലെയാവും. പവിഴ കൊച്ചേ, പവിഴ മോളെ, എല്ലാവർക്കും ചായ കൊണ്ടുവന്നേ. ലിസ്റ്റിനകത്ത് 8 പേരുണ്ട്. ഇവിടെ ആകെ 5 പേര്. ബാക്കിയുള്ളവരോടെ 3 പേരിൽ 2 പേര് ഔട്ട് ഓഫ് സ്റ്റേഷനാ സാറേ. മൊബൈലാണെങ്കിൽ നോട്ട് റീച്ചബിൾ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ലിസ്റ്റിലുള്ള 8 പേരെ നിങ്ങളെ കൊണ്ട് പിടിക്കാൻ കഴിയില്ല. പിന്നെ എന്താ ഇവിടെ ചരക്കുന്നേ? कहाँ से आ रहे हो तुम लोग? मैं बिहारी साहब, हम दोनों झारखंड से आ रहे हैं। मैं उड़ीसा का हूँ। पटना सर। किधर रहते हो उधर? भाई साहब बड़पनी में रहता हूँ, दोनों मेरा साथ है भाई। तुम लोग बात नहीं करते हो? सर मैं मीनाम बगन से आ रहा हूँ। मैं प्रेमपुर से आ रहा तुम हूँ। सब लोग उसी दुकान पे बेडशीट लेते हो क्या? वो दुकान में डैमेज बेडशीट लेके बाहर सेल्स कर दिया साहब। നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ലിസ്റ്റിംഗ് തന്നെ. पवन शर्मा, पंगल, सोनू, इन लोगों में पता है तुम्हें? पता नहीं भाई, पता नहीं भाई। सच बोल! मधुरवाइल, लक्ष्मी नगर, मुरली नगर में उसके आसपास किसी ने बेडशीट भेजा है क्या? पूर्व में करता भाई। सच बोल! मैं मीनाम बगन में सैर करता हूँ। അവനോടൊന്ന് വേഗം വരാൻ പറ, ഫോൺ ചെയ്. വിളിക്കുന്നേ. അതെ, കൊച്ചു നല്ല ശാന്ത സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു. നമ്മുടെ മോന് ചേരുന്ന പെണ്ണാന്നേ. മുഖത്തെ ഐശ്വര്യം കണ്ടാൽ അറിയില്ലേ? എന്താച്ചാ, ഓടിച്ചോട്ടെ. പെണ്ണിന്റെ വീട്ടിൽ തന്നെ ചെറുക്കൻ നിൽക്കാൻ ഇവര് സമ്മതിച്ചോളും. ധൈര്യമായിട്ടിരിക്കും. എന്താ ചൂടുണ്ടല്ലേ? ഒരു ഗ്ലാസ് കൊണ്ടുവരാൻ പറയട്ടെ? വേണ്ട, സാരമില്ല. അല്ല, എത്ര വണ്ടിയാണ് ഇപ്പൊ ഉള്ളത്? ഒരു മിനിറ്റ്. അത് പിന്നെ കുമിളിക്കും കാസർഗോഡിനും ഒരു 10-20 വണ്ടി അയച്ചായിരുന്നല്ലോ. അതെപ്പോഴാ ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്? ഉടനെ തന്നെ ഇങ്ങോട്ട് അയക്കണം. 1000 വണ്ടി ഉണ്ടെങ്കിലും സഹായത്തിന് ഒരു വണ്ടിയും ഇല്ലെന്നേ. എന്താ എന്നോട് ചോദിച്ചേ? ഒന്നുമില്ല. ചേച്ചിയുടെ സംശയം മാറി. എങ്ങനെയുണ്ട്? किसी ने मुझसे झूठ बोला, पता चला ना सबको मार दूंगा। नहीं सर, अंदर डाल के मार दूंगा। कुछ नहीं मालूम सर। समझे? ഈ ലിസ്റ്റ് ഒന്ന് പിടിച്ചേ. ഹലോ, എടാ, നീ എവിടാടാ? ഇന്നല്ലേ പെണ്ണ് കാണുന്ന, വേഗം വാടാ. ഈ നേരത്തെ പെണ്ണ് കാണാൻ ഞാൻ പറഞ്ഞായിരുന്നോ? നടക്കില്ല. നടക്കില്ലെന്നോ? നീ ആദ്യം വന്ന് പെണ്ണിനെ കാണുക. തീർച്ചയായും നിനക്ക് ഇഷ്ടപ്പെടും. ഞാനിപ്പോ ഒരു ജോലിയിലാണ്, എനിക്ക് വരാൻ പറ്റില്ല. എന്നാ അച്ഛനോട് സംസാരിക്ക്, വരില്ലെന്ന്. എന്താടാ ഇത്? മനഃപൂർവ്വം നീ ഞങ്ങൾ അവമാനിക്കണോ? നീ പെട്ടെന്ന് പുറപ്പെട്ടു വാ, എങ്കിലും ഞങ്ങൾ ഇവിടെ ഇറങ്ങും.